ഓ ഓ! ഷാനി! ഓ അപ്പൊ ഇതായിരുന്നല്ലേ തന്റെ ഉദ്ദേശം? ഇത്രയും വലിയ ഫെമിനിസം ഡയലോഗ് ഓടിച്ചിട്ട് നീ കല്യാണം കഴിക്കാൻ പ്രൊഫൈൽ ഇട്ടിരിക്കുകയല്ലേ, അതും എൻ്റെ സൈറ്റിൽ. അത് ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. ഞാൻ നിനക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടല്ലേ, ഞാൻ തന്നെ നിന്നെ കിട്ടും. താൻ എന്നെ കെട്ടുന്നതിന് മുന്നേ ഞാൻ തന്നെ ഡിവോഴ്സ് ചെയ്തിരിക്കും. കാണാം. ആ കാണിച്ചു. ഓ ഒരു തരി കിട്ടാം കിട്ടിപ്പാടും ഒരു ചിരി കിട്ടാം ഒരു തെരി തെരി നര നര കിട്ടാം ഒരു തര 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 നീ എന്തിനാ അവളോട്ട് വെക്കണമേ? പിന്നെ അല്ലാതെ ചുമ്മാ ആവശ്യം കൊണ്ട് ചൊറിയാൻ വന്നാ ഞാൻ എന്ത് ചെയ്യും? എടാ അവളോട് ഇഷ്ടാന്ന് പറയാൻ വന്നല്ലേ നീ, എന്നിട്ടിപ്പ ഇഷ്ടോ? ആർക്കിഷ്ടം? എനിക്കിഷ്ടമൊന്നുമില്ല. ആ അത് കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. എടാ നീ കണ്ടല്ലേ, ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ഇട്ടപ്പോൾ എന്നെ കടിച്ചേരാൻ വന്നോളാം അവള്. എടാ ഈ ചില കാര്യങ്ങൾ പെണ്ണുങ്ങൾ എങ്ങനെയാ, അവരെല്ലാം തുറന്നു പറയൂല. അവർ ദേഷ്യപ്പെട്ട അതിനർത്ഥം ഇഷ്ടമാണ് എന്നാണ്. ഓ അപ്പൊ ദേഷ്യപ്പെടുന്ന ഇഷ്ടം കൊണ്ടാണെന്നാണ് നീ പറയുന്നത്? പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രത്തെ പറ്റി നിനക്കെന്തറിയാം? എനിക്കൊന്നും അറിയത്തില്ല, നീ പറ, ഞാൻ കേൾക്കാം. പറ. എടാ ഒരു 16 വയസ്സിൽ ഒരു പെണ്ണിന് ഇഷ്ടം കെയറിങ് കൊടുക്കുന്ന കെയറേട്ടായിമാരെയാണ്. അല്പം കുണ്ടായിസം, ചുണ്ടിൻ്റെ അടിയിൽ കൂളിപ്പ്, കീറി ജീൻസ്, സ്പീഡിൽ പോകാൻ ബൈക്ക്. ഇത്രയുണ്ട് ഈ പെണ്ണുങ്ങൾ 16 വയസ്സുള്ള പെൺപിള്ളേർ സെറ്റാ. 21 വയസ്സ് കഴിഞ്ഞാൽ കാണാൻ സൗന്ദര്യം, കയ്യിൽ പൈസ, ഇറങ്ങി വന്നാൽ പോറ്റാനുള്ള കെൽപ്പ്. ഇത്ര ഉണ്ടെങ്കിൽ ആ പ്രായത്തിലുള്ള പെൺപിള്ളേർ സെറ്റാ. 25 വയസ്സ് കഴിഞ്ഞാൽ മണി മണി മണി, പൈസ മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ. അപ്പം 35 വയസ്സ് കഴിഞ്ഞാലോ? അത് ആൻറ്റി, അവർക്കിഷ്ടം അനിയന്മാരുടെ സ്നേഹവും കെയറിങ്ങുമാണ്. ആടാ ആൻറ്റി പറയും മവനെ. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഈ ആമ്പിള്ളേരുടെ മനഃശാസ്ത്രം എങ്ങനെയാ? എടാ നമ്മളെ ആമ്പിള്ളേർ വണ്ണന്മാരാ. ഒരു കോളിന് ചുറ്റും സാരി എടുത്ത് എന്ത് സാധനം നമ്മൾക്ക് ചിരിച്ചാലും നമ്മൾ വീഴും. ഓ നീയേ ക്യാമറ എടുക്കും, ഇവിടെ നിന്നേ അധികം വരവേണ്ടേ. വിട്ടോ വിട്ടോ വിട്ടോ. ശരി, ഇന്ന് ഒരുപാട് വർക്കില്ലേ നിനക്ക്? ആ ചെല്ല്. ശരി ഞാൻ പോണു. കോലിട്ട് നീ ഞാൻ പോതും. നീ ഇഷ്ടം തുറന്നു പറഞ്ഞോ? അത് ഇല്ല. അതെന്താ? അത് വന്ന ഉടനെ തന്നെ പ്രൊഫൈല് റിക്വസ്റ്റ് ഇട്ടതിന്റെ പേരിൽ അടി ഉണ്ടാക്കി. എന്തിനി? അത് നമ്മൾ പെണ്ണുങ്ങൾ ആദ്യം തന്നെ റിക്വസ്റ്റ് ഇട്ട ആ ഒരു വെയിറ്റ് പോയില്ലേ? വെയിറ്റ് പോയില്ലെങ്കിൽ അവൻ കൈവിട്ട് വെക്കോളൂ. ഇങ്ങനെ ഇഷ്ടം തുറന്നു പറയാതെ അല്ലെങ്കിൽ മനസ്സിൽ ഇഷ്ടം തോന്നിട്ട് ഇങ്ങനെ ജാട കാണിച്ച് നടന്നാലേ യഥാർത്ഥ പ്രണയം നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ. അവസാനം അവൻ കൈവിട്ട് പോയിട്ട് ഹോസ്റ്റലിൽ വന്നിരുന്ന് കരയാനാണ് ഭാവമെങ്കിൽ നിനക്ക് ഇടിയുടെ പെരുന്നാളായിരിക്കും. നോക്കിക്കോ. ഞാൻ പറയാനുള്ള പറഞ്ഞു, ബാക്കി നീ എന്തെന്ന് വെച്ചാൽ ചെയ്യും. ഞാൻ പോണു, ബൈ. മോശമായിപ്പോയി. അവൻ്റെ അടുത്ത് സോറി പറയാം. ഹലോ. ആ മനസ്സിലായി മനസ്സിലായി ചേച്ചി, ആ കേസൊക്കെ എനിക്കറിയാം. ചേച്ചി വക്കാലത്ത് പിൻവലിക്കുന്ന നല്ലത്. വെറുതെ ഈകടെ പുറത്തേക്ക് എന്തിനാ? അതെല്ലാം എനിക്കറിയാം. ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിക്ക് എന്ന നല്ല നല്ല മെമ്മറീസിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. ആ സ്നേഹമൊന്നും ഒരിക്കലും നഷ്ടപ്പെടുത്തിയ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. ആ ചേച്ചി ഒന്ന് ഇരുന്നൊന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. ഒരു അനിയൻ്റെ സ്ഥാനത്ത് ഞാൻ ഉപദേശിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ ചേച്ചിക്ക് എന്തും നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. എടോ, താൻ എന്റെ ക്ലയന്റിനെ വിളിച്ചിട്ട് ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞോ? എന്തിനാ വെറുതെ ഒരു കുടുംബത്തിന്റെ ശാപം വാങ്ങിച്ച് പിടിക്കുന്നത് വിചാരിച്ചിട്ട് വിളിച്ചാ? ആ ക്ലയന്റിന്റെ പൈസ കിട്ടിയിട്ട് വേണമായിരുന്നു എനിക്ക് എന്റെ EMI അടയ്ക്കാൻ. താൻ അത് കൊളവാക്കി. ഒരു കുടുംബം കുളന്നോട്ടിട്ട് വേണോ നിനക്ക് EMI അടയ്ക്കാൻ? ഓ പിന്നെ താൻ എനിക്ക് ചെലവിന് തരുമോ? ചെലവിനെ തരാൻ വേണ്ടിയിട്ടാണല്ലോ റിക്വസ്റ്റ് അയച്ചത്. അപ്പൊ നിന്നെ തെറി വിളിച്ചില്ലേ? ദേ, തനിക്ക് എന്റെ തനി സ്വഭാവം എന്താണെന്ന് അറിയത്തില്ല. അതെ, എനിക്ക് ഇതിനോട് തർക്കിക്കാനുള്ള സമയമൊന്നുമില്ല. എനിക്ക് കുറച്ച് സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്തെടുക്കാനോട് പൊക്കും. ഓ എങ്കിൽ താൻ തന്റെ 16ന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചോ. ഞാൻ തന്നെ തന്റെ കാലം. ആ എന്നാ കാലം പോയിട്ട് പിന്നെ വാ.
ഹലോ, നീ എൻ്റെ കസ്റ്റമറെ വിളിച്ച് തെറ്റിദ്ധരിപ്പിക്കും അല്ലടി? ആ അപ്പൊ താൻ എന്റെ കസ്റ്റമറിനെ വിളിച്ച് കൊളവാക്കിയതോ? അത് പിന്നെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഞാനൊരു കുടുംബം രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്, പക്ഷെ നീയോ ഒരു കല്യാണം മുടക്കി. ഓ 6 വർഷമായിട്ട് ആ പാവം പിടിച്ച മനുഷ്യന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അയാള് വേറെ ഏതെങ്കിലും മാട്രിമോണി പോയി രക്ഷപ്പെടട്ടെ. അത് പിന്നെ അയാൾ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാത്തോണ്ടാ. ഓഹോ, അപ്പൊ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തവരുടെ കല്യാണം വേഗം നടക്കുമല്ലേ? ആ ഇപ്പൊ സ്കോർ 1-1. ഇനി ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ വന്നേക്കരുത്. ഓ ആ, ഓംബ്ര. എനിക്ക് ഉടനെ തന്നെ ഒരു കല്യാണം വേണം. എനിക്ക് ഉടനെ ഒരു ഡിവോഴ്സ് വേണം. ആ, ഇപ്പൊ കൊണ്ടുവരാം. നല്ലൊരു പയ്യനെ തന്നെ കിട്ടണം. എനിക്കുള്ള പെണ്ണിനെ കളയണം. ആ, എന്താണ് തന്റെ ഇഷ്യൂ? എനിക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാ തന്റെ സങ്കല്പങ്ങൾ? അങ്ങനെ വലിയ സങ്കല്പങ്ങളൊന്നുമില്ല. ശ്രേയ ഘോഷാനെ പോലെ പാട്ട് പാടണം, ഓ, റിമി ടോമി പോലെ തമാശ പറയണം, ലക്ഷ്മി നായർ പോലെ ഫുഡ് ഉണ്ടാക്കണം, പിന്നൊരു കത്രീന കൈഫിന്റെ സൗന്ദര്യം, സാനിയ മിർസ പോലൊരു സ്പോർട്സ് പേഴ്സൺ ആയിരിക്കണം. ഇങ്ങനെ കുറച്ച് സങ്കല്പങ്ങളെ എനിക്കുള്ളൂ. ഇങ്ങനത്തെ സങ്കല്പങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കണം. ഇത്രയും സങ്കല്പങ്ങളൊക്കെ പറയാൻ എവനാരാ? ഷാറൂഖ് ഖാനോ? അതിരിക്കട്ടെ, എങ്ങനത്തെ പയ്യനാണ് കുട്ടിക്ക് വേണ്ടത്? എനിക്കങ്ങനെ വലിയ സങ്കല്പങ്ങളൊന്നും ഇല്ല. വെരി ഗുഡ്. ഒരു സാധാരണ പൃഥ്വിരാജിന്റെ ലുക്ക്, പിന്നെ ലാലേട്ടന്റെ പോലത്തെ ചിരി. ദേ അപ്പുറത്തിരിക്കുന്ന പെണ്ണും പിള്ളയോട് ചുമ്മാ ഇരിക്കാൻ പറ. എന്നോട് മിണ്ടാതിരിക്കാൻ ഇയാളാരാ പറയാൻ? ഓ ഇതാണല്ലോ ഇന്നലെ ഫ്രണ്ടിന്റെ വീട്. എന്നോട് കള്ളം പറഞ്ഞിട്ട് നീ ഇവിടെ കല്യാണം ആലോചിക്കാൻ പോയിക്കാണ്. ആഹാ, അപ്പൊ പിന്നെ താനോ? കൂട്ടുകാരൻ ആക്സിഡന്റ് ആയി ആശുപത്രി പോണെന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് വക്കീലെ കാണാനല്ലേ വന്നിരിക്കുന്നേ? ഇറങ്ങി വാടി കാണിച്ചു തരാം. ഓ, ഇയാളുടെ കാണിക്കൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വാ. വഞ്ചകി, നീ പോടാ നാറി. തന്റെ ക്ലയന്റ് എന്തിനാണോ എന്റെ ക്ലയന്റിനെ തെറി പറയുന്നത്? തന്റെ ക്ലയന്റിൽ ആദ്യം തുടങ്ങിയത് ഞാൻ അപ്പഴേ പറഞ്ഞില്ല, ഈ പണ്ടാര പരിപാടി നടക്കത്തില്ലെന്ന്. ഓ, അതിലും ഭേദം താൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. ഇത് എത്ര വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനമാണെന്ന് എനിക്ക് അറിയത്തില്ല. നിന്റെ സ്ഥാപനത്തിന്റെ വിശേഷം ഇവിടെ പറയണ്ട. ഇവിടെ തന്നെ ഈ സാധനത്തിന് എന്റെ തലയിൽ കിട്ടി വെച്ചത്. സാധനോ? പലവ്യഞ്ജന കട നടത്തിയിട്ടല്ലേ താൻ മാട്രിമോണി സൈറ്റിൽ ബിസിനസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? പലവ്യഞ്ജന കട എന്താ ബിസിനസ് അല്ലേ? പലവ്യഞ്ജന കടയിലെ സാധനങ്ങൾ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ജീവിക്കാൻ പറ്റുമോ? ആ സാധനം മോളിലും വാങ്ങാൻ കിട്ടും. എന്നാ പിന്നെ മോളിൽ ആരെങ്കിലും കെട്ടാൻ പാടില്ലായിരുന്ന? നിന്റെ അച്ഛൻ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞ് പറ്റി തന്നെ കെട്ടിയത്. ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അതിന് താൻ എന്റെ അച്ഛനൊന്നും അല്ലല്ലോ കെട്ടുന്നത്. പിന്നെ ഓട്ടോറിക്ഷ എന്താ ഓട്ടോമൊബൈൽ അല്ലേ? ഓ, ഒന്ന് നിർത്ത്. നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു പോയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടോ. അങ്ങനെ ഇപ്പൊ ഒരു പിരിക്കാൻ നോക്കണ്ട. ഓ, അങ്ങനെ ഇപ്പൊ അവരെ ഒന്നിപ്പിക്കാനും നോക്കണ്ട. നീ എങ്ങാനും ഒരു പിരിച്ച ഞാൻ മൊട്ടയടിച്ച് മീശെല്ലാം നടക്കും, നോക്കിയോ? എന്നാ ഞാൻ എങ്ങാനും തോറ്റ താൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കല്യാണം കഴിക്കും. ഇതെങ്ങനെ സംഭവിച്ചു എന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളവാവൂ. അതുകൊണ്ടൊന്നും അല്ല, ഈ മൊട്ടയടിച്ച് മീശയൊന്നും ഇല്ലാതെ തന്നെ കാണാൻ നല്ല ബോറ. അതുകൊണ്ട് ഒരു സിമ്പതിയുടെ പുറത്ത് ചെയ്തതാ. അല്ലാണ്ട് ബിസിനസിന്റെ വളർച്ച ആലോചിച്ചിട്ടൊന്നും അല്ല. എന്ത് ബിസിനസ്? ഡിമോളെ, എന്നോട് നിന്റെ കളി വേണ്ട. ബിസിനസിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോ മാഡം താങ്ക്സ്. ഈ സാധനത്തിന് എന്റെ തലേന്ന് ഊരി തന്നതിന്. രക്ഷിച്ചതിന് ഞാനാ നന്ദി പറയണ്ടേ. വിവാഹ ജീവിതം എങ്ങനെ ഉണ്ടായിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉടനെ തന്നെ കെട്ടുന്നുണ്ട്. മാഡം, ഞാനും ഉടനെ കെട്ടുന്നുണ്ട്. വിവാഹ ജീവിതമല്ല, യഥാർത്ഥ സ്നേഹബന്ധം എന്നാന്നുള്ളത് ഞാനും പലർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കിട്ടിയെന്നെ കള്ളം പറഞ്ഞ വീട്ടെ എളുപ്പമാണല്ലോ. ആരാടി കള്ളം പറഞ്ഞത്? ഞാനത് ഇനിയും വിശദീകരിക്കണമായിരിക്കും. അതെ, നിങ്ങളുടെ ഈ വെല്ലുവിളിയൊക്കെ അപ്പുറത്തെ ക്യാബിനിൽ ചെന്നിട്ട് എന്റെ ഫീസ്. അത് ഞാൻ ഉടനെ തരാം. മാഡം, ഞാൻ ഇതിപ്പോ തന്നെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാഡം, അവൾ അയച്ചതിൽ കൂടുതൽ ഞാൻ ഇട്ട് തരുന്നുണ്ട്. ഓ, താങ്ക് യു. ശരി, താങ്ക് യു. ഞാനും ശരി, താങ്ക് യു മാഡം. തനിക്ക് അയർലാൻഡിൽ നിന്ന് ഒരു ആലോചന വന്നിട്ടുണ്ട്. ഓ, അത് പൊളിച്ച്. അയർലൻഡ് സ്പെല്ലിംഗ് പോലും അറിയാത്ത ആൾ അവിടെ ചെന്ന് എന്ത് ചെയ്യാനാണോ എന്തോ. പിന്നെ തനിക്ക് ഓസ്ട്രേലിയയിലുള്ള ഒരു ബിസിനസ്മാൻ. അത് അടിപൊളിയായിട്ടുണ്ട്. അവന്റെ ബിസിനസിന്റെ കാര്യം അപ്പൊ ഒരു തീരുമാനമായി. പലവ്യഞ്ജന കടയൊന്നും ആയിരിക്കില്ലല്ലോ. എന്താടി പലവ്യഞ്ജന കടയ്ക്ക് കടയ്ക്കല്ല കുഴപ്പം, നിനക്കാ. അതെ അതെ അതെ, നിർത്തും. അത് കഴിഞ്ഞില്ലേ? നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ഇനി കല്യാണം നടത്തണ്ടേ? അതെ. അപ്പോൾ എൻ്റെ ഫീസിന്റെ കാര്യം ഒന്ന്.
സാർ ഇതിനേക്കാൾ നല്ലൊരു പയ്യനെ സെറ്റ് ചെയ്ത് തന്നതിന് ഞാൻ 50,000 രൂപ കൂടുതൽ തരുന്നുണ്ട്. ഓ സന്തോഷം, താങ്ക് യു. ഇതിലും കൂടുതൽ ഞാനും തരുന്നതായിരിക്കും. ഓ നീയും നല്ലതാടാ. ഓക്കെ സാർ, Okay, താങ്ക് അപ്പൊ യു. all the best. ശരി, ഗുഡ് ബൈ. ഓക്കെ. ഓക്കെ. അടിയൊന്നും ഉണ്ടാക്കല്ലേ? ഒരിക്കലില്ല. ഓ, ഇതിന്റെ ഇയാൾ share പണ്ടായിരുന്നു, ഇയാൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ടായിരുന്നു. പറഞ്ഞാൽ മതിയല്ലോ. അതെ, ആ, ഈ വരുന്ന 20-ന് ഞങ്ങളുടെ കല്യാണമാണ്. രണ്ടുപേരും വരണം. അപ്പൊ ഞങ്ങൾ ഈ പൈസ മൊത്തം ഒരു കുടുംബത്തിലേക്കാ കൊടുത്തേ? അതെ. ഇതാണ് ഞങ്ങളുടെ പുതിയ ബിസിനസ്. അപ്പൊ പൈസ പോയില്ലേ? കൺഗ്രാറ്റുലേഷൻസ്. പോവല്ലേ? ഓ, ഡിവോഴ്സ് പെട്ടെന്ന് ഇറങ്ങ്, അല്ലെങ്കിൽ നമ്മൾ ഒന്നിപ്പിച്ചിട്ട് പിന്നെ ഡിവോഴ്സ് ആക്കിപ്പിക്കും. ഹലോ, എന്ത്? അവൻ അവളെ അടിക്കുന്ന? ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കണ്ട. ഇതൊന്നും സഹിക്കേണ്ട കാര്യം നമുക്കില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു വക്കീലെ നമ്പരം കൊണ്ട് തരാം, വിളിച്ചോ. ഇച്ചിരി കമ്മീഷൻ കൂടില്ല, പക്ഷെ കാര്യം നടക്കും. നിങ്ങൾ ചോദിക്കുന്ന നഷ്ടപരിഹാരം മേടിച്ചു തരും. ആ, അയ്യോ, ഡിവോഴ്സ് ഒന്നിനും ഒരു പരിഹാരമല്ല. ഇനിയാണ് ജീവിതം തുടങ്ങാൻ പോകുന്നത്. ഞാൻ ഒരാളുടെ നമ്പർ തരാം, നിങ്ങൾക്ക് പറ്റിയ കല്യാണം പുള്ളി നടത്തി തരും. പൈസ ലേശം കത്തിയ എങ്കിൽ കാര്യം നടക്കും. 100% ഗ്യാരണ്ടി. ആ, ഓക്കെ. ഇതാണ് ബിസിനസ് പ്ലാൻ. അപ്പൊ നിന്നെ കിട്ടിയതിന്റെ കമ്മീഷനോ? അതിന് നീയല്ലേ വരാൻ? എന്നാലും കമ്മീഷൻ വേണം. കമ്മീഷൻ വേണമെങ്കിൽ ലൈറ്റ്സ് ഓഫ്.